കാണുന്ന ദൃശ്യം സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ 4 തിരോധാന കേസുകളിന്മേൽ അന്വേഷണം നടക്കുമ്പോൾ അതിൽ സംശയനിഴലിൽ നിൽക്കുന്ന സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്തായ റോസമ്മയുടെ വീട്ടുവളപ്പിൽ ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്ന പരിശോധനയാണ്. നേരത്തെ കോഴി ഫാം തുടങ്ങാൻ എന്ന പേരിലാണ് ഇവിടെ ഈ കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ അവിടെ കോഴി ഫാം തുടങ്ങുകയോ അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുകയോ ചെയ്തിട്ടില്ല. നാട്ടുകാർ പറയുന്നതായി നമുക്ക് പുറത്തു വരുന്ന വിവരം, ഇവിടെ കെട്ടിടത്തിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു റോട്ടൻ സ്മെൽ ഉണ്ടായിരുന്നു, ചീഞ്ഞ നാറ്റം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞതായി അറിയുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മാർക്ക് ചെയ്ത ഭാഗങ്ങളിലാണ് ഇപ്പോൾ റഡാർ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിന്റെ പരിശോധന നടക്കുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നതാണ് അന്വേഷണ സംഘം നോക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന നിലയിലാണ് റോസമ്മയുടെ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനകളെ കാണാൻ. ഇന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലും പരിശോധനകളിലും ഒക്കെ ഒരു കരിഞ്ഞ ലേഡീസ് ട്രാപ്പ്, വാച്ചിന്റെ ലേഡീസ് ട്രാപ്പ് മാത്രമാണ് കിട്ടിയത്. അത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ റോസമ്മയുടെ, അതായത് സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്തായ റോസമ്മയുടെ വീട്ടുവളപ്പിൽ നടത്തുന്ന പരിശോധന വളരെ നിർണായകമായ ക്രൈംബ്രാഞ്ചിന്റെ നീക്കമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെയൊക്കെ ഒരു അല്പം അകലത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ആ വീട്ടുവളപ്പിൽ പരിശോധിക്കുന്നത്. റോസമ്മ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് കൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. റോസമ്മ 2 ദിവസം മുൻപ് 24 എൻകൗണ്ടറിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഐഷയെ അറിയാം, സെബാസ്റ്റ്യനുമായ അടുത്ത ബന്ധമോ പരിചയമുണ്ട് എന്നതിനപ്പുറത്ത് വലിയ ബന്ധമൊന്നുമില്ല, മറ്റൊന്നും തനിക്ക് അറിയില്ല എന്നായിരുന്നു അവർ ഒന്നും മാധ്യമങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് വയ്യ, നിങ്ങളൊന്ന് മാറും, ഞാൻ അങ്ങോട്ട് കടക്കട്ടെ എന്ന് പറഞ്ഞ് റോസമ്മ അങ്ങോട്ട് നടന്നു പോകുന്നതാണ് കാണുന്നത്. ഏതായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു നീക്കം എന്ന നിലയിലാണ് റോസമ്മയുടെ വീട്ടിൽ, അവിടെ കോഴി ഫാമിന് വേണ്ടി എടുത്ത കെട്ടിടത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന റഡാർ പരിശോധന. എന്തെങ്കിലും സൂചനകൾ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുള്ളത്. തത്സമയ ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ അശ്വിൻ പാലാഴി.